വേണ്ട വേണ്ട കാടാണ് അവിടെ. റിഫുണ്ടോ മുള്ളമ്പഴ ഇറക്കാന്? അടുത്താണ് കാട്ടില? എന്നാ പോകാവാ. ഇതേ പോവാ. ഞങ്ങൾ മുള്ളുംപാലം മറിക്കാൻ പോകാണ്. മദർസ് വിട്ടേരുന്ന നേരെ ഈ മുള്ളുംപാലം ഇറക്കാൻ പോകാട്ടോ. എവിടെടി കാട്ടില? ഉമ്മച്ചി കണ്ടില്ല? പ്രേതം ഉണ്ടാവും കേട്ടോ. പ്രേതം. നിങ്ങള് മുള്ളുംപാലം കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇത് കാട്ടുകൈ കൊണ്ടോണതേ. ഇതാട്ടോ മുള്ളുംപാലം. എവിടെ എവിടെ ഉമ്മച്ചി കണ്ടില്ല? ഇനി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളിട്ടോ. പോയോ? ഉമ്മച്ചി മുള്ളുംപാലം കഴിച്ചിക്കണോ? മുള്ളുണ്ട് കേട്ടോ. ശ്രദ്ധിക്കാണ്ട്. നിലത്ത് കുകാണ്. പഴുത്തത് ഇറക്കണം. പഴുത്ത എന്താ ബ്ലാക്ക് കളർ അല്ലേ? ആവുണ്ട് അല്ലേ? പറ്റത് പച്ച കളർ. പച്ച തിന്നാ വരത്. ഇതെന്താ മുള്ളുംപഴോ? ഇതെന്ത് മുള്ളുംപഴാടാ? ചിലത് പകുതി പച്ചയാവും കേട്ടോ. അങ്ങനത്തെ ഇറക്കണ്ട കേട്ടോ. വയറുവേദന ഉണ്ടാവും. ഉമ്മച്ചി ഇറക്കണില്ല. ചോട്ടില് പാമ്പുണ്ടാവും കേട്ടോ. ഇതുമൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതോ മുള്ളുണ്ട്. ആയിക്കോട്ടെ. മുള്ളു കുത്തി അഫിയേ. മുള്ളു കുത്തി. ഇതാ ഒടി ഇതുമ്പോ കൊറേ ഉണ്ട് കേട്ടോ അഫിയേ. ഇതെങ്ങനെ നമ്മൾക്ക് എടുക്കുക? വരാത്തതുകൊണ്ട് ഇവിടെ കൊറേ ഉണ്ടായിക്കണു. അതുകൊണ്ടാണ്. പക്ഷെ മുള്ളുംപഴ ഇറക്കുന്നതൊക്കെ പാമ്പ് അടിയിലുണ്ടാവും കേട്ടോ. അതൊക്കെ ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ടി വരും. നല്ല രസാണ് ഇങ്ങനെ പറിക്കാൻ. തൊടുമ്പത്തിന് ചിലതൊക്കെ പോരും കേട്ടോ. കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി എടുക്കാൻ സിമ്പിളായിരുന്നു. ഞാൻ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എത്തി വൈനൊക്കെ എടുക്കുന്നത്. പത്തറി കിട്ടിട്ടോ. ഇത്ര നേരമായിട്ട് ഇപ്പം ഇതുള്ള കണക്ക് കിട്ടിയത്. എൻ്റെ വീട്ടിലെടുത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് ഇത് പറഞ്ഞു തന്നത്. ഞാനന്നും ആദ്യമായിട്ടാണ് കഴിക്കണത്. ഇനി നമുക്ക് ഇത് ബാഗൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരാട്ടോ. എങ്ങോട്ടാ മുള്ളുംപഴം എടുക്കാൻ പറഞ്ഞിട്ട് പോണത്? ഇതിനൊന്നും ഇങ്ങനത്തെ കുട്ടികളൊന്നും കൊല്ലാൻ പറ്റൂല കേട്ടോ. ഇങ്ങനെ വികൃതിയായിട്ടുള്ള കുട്ടികളെ. ഓനെ പുലി കൊണ്ടേക്കോട്ടെ. അതാ കല്ലെടുത്ത്. ഇതിനിങ്ങനത്തെ വിക്രസകൾ തന്നെയുള്ള അറിയാട്ടോ. ഇപ്പൊ മുള്ളുംപഴം കിട്ടിയില്ല. ഇനി പർദ്ദി മക്കനൊക്കെ ഊതിയിട്ട് വരാട്ടോ. ഇതെന്താണ്? തിന്നാൻ വേണോ? മുള്ളുംപഴോ? തിന്നാൻ വേണോ? ഇത് കണ്ട എൻ്റെ അമ്മമ്മ വയറുവേദനക്കും ഛർദിക്കും ഒക്കെ പറഞ്ഞ് ചൂടാവൂട്ടോ. പച്ച കഴിച്ചാലാണ് വയറുവേദനിക്കുക.